നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം ആളുകൾക്ക് മാനസിക ശാന്തതയും ആനന്ദവും കൂട്ടായ്മയും ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു സമഗ്ര ഔട്ട്ഡോർ സ്പേസ് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സെലസ്റ്റിയ പൂൾ ഗസീബോ ശ്രദ്ധേയമാകുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേകം ഉപയോഗിക്കാവുന്ന വിശാലമായ സ്വിമ്മിംഗ് പൂളുകൾ സജ്ജമാക്കി പനങ്ങാങ്ങരയിൽ ജെംസ് കോളേജിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ കുട്ടികളുടെ വേനലവധിക്കാലം ഒന്ന് വേറിട്ടതാക്കിയാലോ? എന്നാൽ തയ്യാറായിക്കോളൂ. പെരിന്തൽമണ്ണയ്ക്കും മലപ്പുറത്തിനും ഇടയിലുള്ള നാഷണൽ ഹൈവേയിൽപ്പെട്ട പനങ്ങാങ്ങരയിൽ റോഡിൽ നിന്നും വെറും 50 മീറ്റർ അകലത്തിലുള്ള സെലസ്റ്റിയ പൂൾ ഗസേബോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കുടുംബങ്ങൾക്കും ബാച്ചിലേഴ്സിനും കുട്ടികൾക്കും അനുയോജ്യവും വിശാലവുമായ നീന്തൽക്കുളം. ഇവിടെ സ്വിമ്മിംഗ് കൂടാതെ കുട്ടികൾക്കും വലിയവർക്കും നീന്തലിനൊപ്പം വെള്ളത്തിനു മുകളിൽ വെറുതെ കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കളിക്കാവുന്ന പലതരം പുതുമയാർന്ന ഗെയിമുകളും ആസ്വദിക്കാം. കൂടാതെ ബർത്ത്ഡേ പാർട്ടികൾ, വാർഷികങ്ങൾ, കുടുംബസംഗമങ്ങൾ, വിവാഹ നിശ്ചയ പാർട്ടികൾ, ബ്രൈഡൽ ഷവർ, ഗ്രൂം ടു ബി, മോം ടു ബി, ക്ലബ് മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് അനുയോജ്യമായ ആംബിയൻസോട് കൂടിയതും മഴയിൽ നിന്നും വെയിലിൽ നിന്നും പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഉയർന്ന മേൽക്കൂരയും പുല്ലുകൊണ്ടുള്ള പരവതാനി വിരിച്ചതുമായ ശാന്തമായ ഒരിടമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇത് ഏതാനും സുഹൃത്തുക്കൾ അടുത്തടുത്ത സുഹൃത്തുക്കൾ കൂടിയിട്ട് ഒന്നിച്ചുള്ള ഒരു സംരംഭമാണ് ഈ സെലസ്റ്റിയ പൂൾ ഗസേബോ എന്ന ഈ സ്ഥാപനം. ഇതിനകത്ത് ഒന്നുകൂടെ പുതുമകൾ നടക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ഈ മറ്റൊരു ചടങ്ങായിട്ട് ഇതിനെ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. നേരത്തെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതേപോലെ മെക്സ് 7 പങ്കെടുക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് മെക്സ് 7 ഇവിടെ വെച്ച് നടത്താം. അതേ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സ്വിമ്മിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റിന് സ്വിം ചെയ്യാനും രാവിലെ 6 മുതൽ 9 വരെ മെക്സ് 7 ആളുകളും നടക്കാൻ പോകുന്ന ആളുകൾക്കും ബോഡി എക്സസൈസ് നിർബന്ധമാണെന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്ഥലത്തേക്ക് സ്വാഗതം. പൂളിന് മാത്രമേ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തരേണ്ടുള്ളൂ. അതുകൂടാതെ ബർത്ത്ഡേ പാർട്ടി, വെഡ്ഡിങ് ആനിവേഴ്സറി, അതേപോലെ അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ മെർച്ചൻ്റ് അസോസിയേഷൻ്റെ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ മീറ്റിങ്ങുകൾ, ഞങ്ങൾക്ക് തന്നെ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ ഒരു സ്ഥലം സൗകര്യം ഇല്ലാഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ് നമ്മൾ 2000-3000 രൂപ കൊടുത്താൽ തന്നെ ഹോട്ടലിൽ ബുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഔട്ട്ഡോറിൽ നമുക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഫ്രീ ആംബിയൻസിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, ഇടുങ്ങിയ റൂമിലല്ലാതെ ഓപ്പൺ ഏരിയയിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയും. മറ്റേ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വരാൻ പോകുന്നത് ചൂടുകാലമാണ്. അപ്പോൾ അധികം പേരും ഈ ചൂട് പേടിച്ചിട്ട് പുറത്തേട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അവർക്കാണ് പ്രത്യേകിച്ചും ഈ സ്വിമ്മിംഗ് പൂള് ഈ അവസരത്തിൽ അനുവദിച്ചിട്ടുള്ളത്. വളരെ ചെറിയ ചെലവിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. വേനൽക്കാലത്തെ കനത്ത ചൂടിൽ മോർണിംഗ് വാക്കിന് പോകുന്നതിന് പകരം ഏറ്റവും മികച്ച എക്സസൈസായ സ്വിമ്മിംഗ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നീന്തലിന്റെ പ്രധാനത്തെക്കുറിച്ച് പെരിന്തൽമണ്ണയിലെ പ്രശസ്ത കൺസൾട്ടന്റ്, ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ MD-യുമായ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ സംസാരിക്കുന്നത് കേൾക്കുക. നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടി വരികയാണ്. നമുക്കെല്ലാം അറിയാം. 50% ആളുകളിലാണ് പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും കിഡ്നി ഡിസീസും എല്ലാം ഉള്ളത്. 50% അഡൽട്ടിൽ അത്രയും കൂടുതൽ രോഗങ്ങൾ വരാനുള്ള ഒരു പ്രധാന കാരണം വ്യായാമമില്ലായ്മയും അമിതമായ ഭക്ഷണവുമാണ്. ഈ വ്യായാമമില്ലായ്മ എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നീന്തൽ. നീന്തൽ കൊണ്ടുള്ള ഉപയോഗം ബാക്കി എക്സസൈസുകൾ, ഇപ്പം നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു അരമണിക്കൂർ എക്സസൈസ് കൊണ്ട് 50 കാലറി മാത്രമേ നമ്മുടെ എനർജി യൂസ് ചെയ്യുന്നുള്ളൂ. അതേസമയം അരമണിക്കൂർ നിങ്ങൾ നീന്തിയാൽ 200 കാലറി വരെ എനർജി സ്പെൻഡ് ചെയ്യും. അപ്പൊ ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും അത്യുന്നതമായ എക്സസൈസ് ആണ് നീന്തൽ. നമ്മൾ നീന്തലിന് പോകുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീന്തൽ കുളത്തിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. നമുക്കെല്ലാം അറിയാം, അമീബിക് മസ്തിഷ്ക വരെ ഇപ്പോൾ വന്നിട്ട് കുറേ ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ നന്നായിട്ട് പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ നീന്തുക എന്നുള്ളതാണ്. ഈ രോഗികൾ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ അല്ലെങ്കിൽ ജീവിതശൈലി രോഗികളുള്ളവർ നീന്തണം എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന രോഗികളൊക്കെ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീന്തണം. സ്റ്റേബിൾ ഹാർട്ട് അറ്റാക്ക് ഉള്ള രോഗികൾ, ഹാർട്ട് അറ്റാക്ക് വന്ന് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് പറയുകയാണ് നിങ്ങളുടെ ഹാർട്ട് റേറ്റും നിങ്ങളുടെ BP എല്ലാം നോർമൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് നീന്തൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് പ്രഗ്നൻസിയിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ എക്സസൈസ് പറയുന്ന നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് നീന്തൽ പറ്റുമോ എന്നുള്ളത്.
ആദ്യത്തെ ഒരു ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 3 മാസത്തിൽ നിങ്ങൾക്ക് നീന്തൽ നല്ലതായിരിക്കില്ല. പക്ഷേ രണ്ടാമത്തെ ട്രൈമസ്റ്ററിലും 3-ാമത്തെ ട്രൈമസ്റ്ററിലും അവസാനത്തെ 6 മാസത്തിൽ നീന്തൽ ഒരു നല്ല ചോയ്സ് ആണ്. പക്ഷേ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം. കാര്യം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള ആളുകൾക്ക് നീന്താൻ സാധിക്കില്ല, അല്ലാത്ത പ്രഗ്നന്റ് ലേഡീസിന് നീന്താവുന്നതാണ്. അപ്പം നീന്തൽ ഒരു വ്യായാമ മുറയായിട്ട് നമ്മൾ എടുക്കുക. നമുക്കിപ്പോൾ ഒരു നീന്തൽ കുളം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സെലസ്റ്റിയ എന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇപ്പം പുതിയതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും അങ്ങോട്ട് സ്വാഗതം ചെയ്യും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഈ മൾട്ടിപ്പിൾ എന്റർടൈൻമെന്റ് ഏരിയ ഉദ്ഘാടനം നിർവഹിച്ചത് മലപ്പുറം കലാകേന്ദ്രം ഒരുക്കിയ സംഗീത വിരുന്നോടു കൂടെ ഒരു കൂട്ടം കുട്ടികൾ ചേർന്നാണ്. സെലസ്റ്റിയ മൾട്ടി ലെവൽ സ്വിമ്മിംഗ് ഒരു കോംപ്ലക്സ് യൂണിറ്റ് ആണ് ഇന്ന് പനങ്ങാങ്ങര 38 എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇവിടെ വിശാലമായൊരു സ്വിമ്മിംഗ് പൂളും അതിലെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു പൂളാണ്. പ്രത്യേകം എടുത്തു പറയാം, നാട്ടുകാർക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും മറ്റെല്ലാം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഇറങ്ങുന്ന മുന്നേയുള്ള കുളിക്കൽ മറ്റെല്ലാ ഹൈജീനിക്കും, ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ വേണ്ട എല്ലാ ഹൈജീനിക്കും ഇവിടെ പരിപാലിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താണെങ്കിൽ ഇവിടെയുള്ള സൗകര്യങ്ങൾ, ഇവിടെ മീറ്റിംഗ് കൂടാനും ബർത്ത്ഡേ പാർട്ടി നടത്താൻ പോലെ ഒരു വെഡിങ് ആനിവേഴ്സറി പരിപാടികൾ അങ്ങനത്തെ എല്ലാം നടത്താൻ കഴിഞ്ഞൊരു ഏരിയയാണ് സെലസ്റ്റിയ ഈ കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങളെല്ലാവരും പരമാവധി ഇത് യൂസ് ചെയ്യണം. നമുക്ക് നല്ലൊരു വ്യായാമം മാത്രമല്ല, നല്ലൊരു കൾച്ചർ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സ്വിമ്മിംഗ് പൂൾ, സെലസ്റ്റിയ സ്വിമ്മിംഗ് പൂൾ സഹായിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. പനങ്ങാങ്ങരയ്ക്കും ജെംസ് കോളേജ് റോഡിനും ഇടയ്ക്കുള്ള ഹോണ്ട ആൻഡ് കിയ ഷോറൂമുകൾക്ക് നടുവിലൂടെ വന്നാൽ നിങ്ങൾക്ക് പൂൾ ഗേറ്റിലെത്താം. ചാനൽ ടൺ പെരിന്തൽമണ്ണ.